കേരളത്തിലെ ഏറ്റവും വലിയ ദേവാലയങ്ങളിലൊന്നായ അവർ ലേഡി ഓഫ് ലൂർദ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ തൃശൂർ നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ലൂർദ് മാതാവിന് സമർപ്പിച്ചിരിക്കുന്ന ഈ സീറോ മലബാർ കത്തോലിക്കാ പള്ളി അതിന്റെ ഗംഭീരമായ രൂപഭംഗി കൊണ്ട് ശ്രദ്ധേയമാണ്. ഒരു ഭൂഗർഭ ആരാധനാലയമായ ഇത് വാസ്തുവിദ്യാരൂപകൽപ്പനയുടെ മാസ്റ്റർപീസ് ആയി കണക്കാക്കപ്പെടുന്നു. തൃശൂർ ടൗണിൽ കിഴക്കേക്കോട്ടയോട് ചേർന്ന് മണ്ണുത്തിയിലേക്ക് പോകുന്ന സംസ്ഥാന പാതയിലാണ് കത്തീഡ്രലിന്റെ സ്ഥാനം. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ കേരളത്തിലെ ക്രിസ്തുമതത്തിന്റെ പരിവർത്തന കാലഘട്ടത്തിലാണ് അവർ ലേഡി ഓഫ് ലൂർദ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിന്റെ കഥ ആരംഭിക്കുന്നത്. AD 52-ൽ വിശുദ്ധ തോമാശ്ലീഹായുടെ വരവിനുശേഷം ഈ പ്രദേശം ഊർജ്ജസ്വലരായ ഒരു ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ആസ്ഥാനമായിരുന്നു. നൂറ്റാണ്ടുകളായി കേരളത്തിലെ ക്രിസ്തുമതം പൗരസ്ത്യ ആരാധനാക്രമത്തിന്റെ ഘടകങ്ങൾ നിലനിർത്തുന്ന സീറോ മലബാർ സഭയും യൂറോപ്യൻ മിഷനറി പ്രവർത്തനങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട ലത്തീൻ കത്തോലിക്കാ സഭയും ഉൾപ്പെടെ വ്യത്യസ്തമായ പാരമ്പര്യങ്ങളായി പരിണമിച്ചു. കത്തീഡ്രലിന്റെ നിർമ്മാണം കത്തോലിക്കാമതത്തെ ദൃഢമാക്കുന്നതിനും തൃശൂരിലെ വിശ്വാസികൾക്ക് ഒരു ആത്മീയ കേന്ദ്രം പ്രദാനം ചെയ്യുന്നതിനുമുള്ള വിപുലമായ ശ്രമത്തിന്റെ ഭാഗമായിരുന്നു. തൃശൂരിലെ ആദ്യത്തെ വികാരി മാർ അഡോൾഫ് മെഡ്ലിക്കോട്ടിനോട് കത്തീഡ്രൽ അതിന്റെ സ്ഥാപനത്തിന് കടപ്പെട്ടിരിക്കുന്നു. 1887-ൽ നിയമിതനായ മെഡ്ലിക്കോട്ട് പുതുതായി രൂപീകരിച്ച വികാരിയേറ്റിന്റെ ഹൃദയമായി വർത്തിക്കുന്ന ഒരു വലിയ പള്ളിയാണ് വിഭാവനം ചെയ്തത്. 1875-ൽ തറക്കല്ലിടപ്പെടുകയും പിന്നീടുള്ള നിർമ്മാണ പ്രക്രിയ പ്രാദേശിക കത്തോലിക്കാ സമൂഹത്തിന്റെ കൂട്ടായ ഭക്തിയും പരിശ്രമവും പ്രതിഫലിപ്പിച്ചു. 1887-ൽ കത്തീഡ്രലിന്റെ പൂർത്തീകരണം കേരളത്തിന്റെ സഭാചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി അടയാളപ്പെടുത്തുകയും തൃശൂരിനെ ഒരു രൂപതയായി ഉയർത്തുകയും ചെയ്തു. 1923-ൽ തൃശൂർ രൂപത അതിരൂപതയായി ഉയർത്തപ്പെട്ടത് കത്തീഡ്രലിന്റെ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു. എന്നാൽ ചെറിയ പള്ളി വിശ്വാസികളുടെ സൗകര്യത്തിന് പര്യാപ്തമല്ലാത്തതിനാൽ അവരുടെ ആവശ്യങ്ങൾക്കും നഗരത്തിന്റെ മഹത്വത്തിനും പൂർണ്ണമായി ഒരു പള്ളി നിർമ്മിക്കാൻ അവർ ശ്രമിച്ചു. മുൻ ബിഷപ്പ് ഫ്രാൻസിസ് വാഴപ്പള്ളി റോമും യൂറോപ്യൻ രാജ്യങ്ങളും സന്ദർശിച്ച് അവിടുത്തെ പള്ളികളുടെ വാസ്തുവിദ്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്നു. ഏഷ്യയിലെ ഏറ്റവും വലുത് എന്നറിയപ്പെടുന്ന ഇന്നത്തെ പള്ളി അദ്ദേഹം വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയപ്പോൾ വരച്ച പ്ലാനിലാണ് നിർമ്മിച്ചത്. 1929 ഡിസംബർ 21-ന് മാർ ഫ്രാൻസിസ് വാഴപ്പള്ളി തന്നെയാണ് ഈ കൂറ്റൻ പള്ളിയുടെ തറക്കല്ലിട്ടത്. പ്രശസ്ത എഞ്ചിനീയർ ജ്ഞാനപ്രകാശത്തിന്റെയും സൂപ്രണ്ട് ആംബ്രോസിന്റെയും മേൽനോട്ടത്തിൽ 11 വർഷമെടുത്താണ് പുതിയ പള്ളിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 1935 സെപ്റ്റംബർ 18-ന് കൊച്ചി മഹാരാജാവായിരുന്ന രാമവർമ്മ തമ്പുരാൻ പള്ളിയുടെ നിർമ്മാണത്തിലെ പുരോഗതി നേരിൽ കാണുകയും അതിന്റെ നിർമ്മാണത്തിനാവശ്യമായ തേക്കിന്റെ തടി മുഴുവൻ സംഭാവന ചെയ്യുകയും ചെയ്തു. 1940 നവംബർ 24-ന് ബിഷപ്പ് മാർ ഫ്രാൻസിസ് വാഴപ്പള്ളി പള്ളിയുടെ കൂദാശ നിർവഹിച്ചു. കാലത്തിന്റെ ആവശ്യം പരിഗണിച്ച് 1978 സെപ്റ്റംബർ 17-ന് മാർ ജോസ് കുണ്ടുകുളം ഒരു ഇടവകയായി ഈ ദേവാലയം രൂപീകരിച്ചു. 1980 ഓഗസ്റ്റിൽ ഇത് ഒരു ഫോറിൻ ഡിവിഷന്റെ ആസ്ഥാനമാക്കുകയും ചെയ്തു. 1986 ഫെബ്രുവരി 7-ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ചരിത്രപരമായ തൃശൂർ സന്ദർശനം ഈ ഇടവകയുടെ പരിസരത്തായിരുന്നു. തൃശൂർ രൂപതയുടെ ശതാബ്ദിയുടെ സ്മരണാർത്ഥം റോമിലെ പൗരസ്ത്യ സഭകളുടെ കോൺഗ്രിഗേഷൻ മേധാവി സൈമൺ ഡി കർദിനാൾ ലൂർദ് സ്വാമി ഈ പള്ളിയിൽ പെർപെച്വൽ അഡോറേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തു. 1992 ഏപ്രിൽ 25-ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അവർ ലേഡി ഓഫ് ഡോളേഴ്സിന്റെ ദേവാലയത്തെ മൈനർ ബസിലിക്ക ആയി ഉയർത്തിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു. കത്തീഡ്രലിന്റെ നിയോ ഗോതിക് വാസ്തുവിദ്യ കേരളത്തിലെ ഏറ്റവും മഹത്തായ പള്ളികളിലൊന്നായി അതിനെ വേർതിരിക്കുന്ന സവിശേഷതയാണ്. യൂറോപ്യൻ ഗോതിക് കത്തീഡ്രലുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രൂപകൽപ്പനയിൽ ഉയരമുള്ള ശിഖരങ്ങൾ, കൂർത്ത കമാനങ്ങൾ, വാരിയെല്ലുകളുള്ള നിലവറകൾ, ബൈബിൾ രംഗങ്ങൾ ചിത്രീകരിക്കുന്ന സങ്കീർണമായ സ്റ്റെയിൻ ഗ്ലാസ് വിൻഡോകൾ എന്നിവ ഉൾപ്പെടുന്നു. പ്രധാന ബലിപീഠത്തിന് താഴെ സ്ഥിതി ചെയ്യുന്ന ക്രിപ്റ്റാണ് ഇതിന്റെ മറ്റൊരു സവിശേഷത. ഈ ഭൂഗർഭ അറ പുരാതന റോമിലെ കാറ്റക്കോമ്പുകളുടെ മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് നിശബ്ദ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമുള്ള ഇടമായി വർത്തിക്കുന്നു.
ക്രിപ്റ്റിന്റെ സാന്നിധ്യം ആദ്യകാല ക്രിസ്ത്യൻ പാരമ്പര്യവുമായുള്ള കത്തീഡ്രലിന്റെ ബന്ധത്തെയും തീർത്ഥാടന കേന്ദ്രമെന്ന നിലയിലുള്ള അതിന്റെ പങ്കിനെയും അടിവരയിടുന്നു. കത്തീഡ്രൽ സമുച്ചയത്തിലെ മറ്റൊരു വാസ്തുവിദ്യാ വിസ്മയമാണ് 1957 ചേർത്ത ലൂർദ് ഗ്രോട്ടോ മാതാവ്. പ്രതിമകളും മെഴുകുതിരികളും കൊണ്ട് അലങ്കരിച്ച ഗ്രോട്ടോയുടെ ശാന്തമായ അന്തരീക്ഷം ആത്മീയ ആശ്വാസവും രോഗശാന്തിയും തേടുന്ന ആയിരക്കണക്കിന് ഭക്തരെ ആകർഷിക്കുന്നു. കേരളത്തിന്റെ മതപരവും സാംസ്കാരികവുമായ ചരിത്രത്തിൽ താൽപ്പര്യമുള്ള വിനോദസഞ്ചാരികൾക്കും ഗവേഷകർക്കും കത്തീഡ്രലിന്റെ പ്രാധാന്യം ഇവിടം ജനപ്രിയ കേന്ദ്രമാക്കി മാറ്റി. അതിന്റെ സമ്പന്നമായ ചരിത്രവും വാസ്തുവിദ്യാ വൈഭവവും തൃശ്ശൂരിന്റെ പൈതൃകം പര്യവേക്ഷണം ചെയ്യുന്നവർക്ക് ഇത് ഒരു അനിവാര്യമായ ഇടമാക്കുന്നു. ആരാധനാക്രമപരമായ ആഘോഷങ്ങളിലൂടെയോ വാസ്തുവിദ്യാ സൗന്ദര്യത്തിലൂടെയോ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയോ ആകട്ടെ, കത്തീഡ്രൽ ജീവിതത്തെ പ്രചോദിപ്പിക്കാനും പരിവർത്തനം ചെയ്യാനും ഉള്ള വിശ്വാസത്തിന്റെ ശക്തിയുടെ കാലാതീതമായ ഓർമ്മപ്പെടുത്തലായി നിലകൊള്ളുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായം രേഖപ്പെടുത്തൂ.